ഇക്ക ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. ചിലപ്പോൾ നാളെ ഞാൻ ആത്മഹത്യ ചെയ്താൽ ഇതെല്ലാവരും ചർച്ച ചെയ്യുമായിരിക്കാം. അതെ, ഇതിന് പിന്നിൽ മാസ്റ്റർ പ്ലാൻ ചെയ്തൊരു വില്ലനുണ്ട്. ഹാജറായെ ട്രാപ്പിൽപ്പെടുത്തിയ ആൾ. നിങ്ങൾ തന്നെ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് തീരുമാനിക്കുക ഇതിൽ ആരാണ് തെറ്റുകാരെന്ന്. നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്ത് തരാം. അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അൻസാരി സൂരി എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദ്. ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിലെ സെലിബ്രിറ്റി ഇൻ്റർവ്യൂവറാണ്. അപ്പോൾ എൻ്റെ കൊല്ലം തുളസി എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഒരു ചെറിയ പോർഷൻ അത് കട്ട് ചെയ്തെടുത്തിട്ട് അൻസാരി സൂരി വീഡിയോ ചെയ്തു. ഞാനൊരു 3-4 ദിവസമായി മര്യാദക്ക് ഉറങ്ങിയിട്ട് ഐ എം സഫറിങ് എ ലോട്ട്. എൻ്റെ ജോലി വരെ ഇത് കാരണം. എനിക്കറിയില്ല, ഞാൻ മുന്നോട്ട് ഐ എം നെവർ എഗെയിൻസ്റ്റ് ഇസ്ലാം. ഞാൻ എത്രയും സ്നേഹിക്കുന്നൊരു മതമാണ്. അതിനെ അങ്ങനെ പോർട്രേ ചെയ്തപ്പോൾ എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ആ സമയത്ത് അറിയില്ല എന്ന് പറഞ്ഞാലും എല്ലാവരും ഞാൻ എന്താണ് മുസ്ലിമായിട്ട് അറിയില്ലാത്തതെന്നാ ചോദിക്കുള്ളൂ. എനിക്കിത് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടാനിട്ടാണ് ഞാൻ കൈയാണ് ഞാനിത് പ്രയോഗിക്കുന്നത്. ഐ മീൻ ലൈക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആരെയും ശല്യം ചെയ്യാറില്ല പൊതുവേ. പക്ഷെ എനിക്കിത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് എനിക്കറിയില്ല. യെസ്, എനിക്ക് ആ സമയത്ത് എന്നെ അത്രയും കളിയാക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഹേർട്ട് ചെയ്തപ്പോൾ ഞാൻ വീഡിയോ ചെയ്തു. പക്ഷെ ഒരു ഉസ്താദ് തെറ്റ് ചെയ്താൽ ഉസ്താദിനെതിരെ വീഡിയോ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അദ്ദേഹം ഒരു മതപണ്ഡിതൻ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരു മതപണ്ഡിതനല്ലേ. അദ്ദേഹം എന്തിൻ്റെ ബേസിലാണെങ്കിലും ഒരു പെൺകുട്ടി ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ പിച്ച് ചീന്താൻ വേണ്ടി ഇട്ട് കൊടുത്ത് ഇത്രയും സൈബർ ബുള്ളിങ് എനിക്ക് മേടിച്ച് തന്ന് അദ്ദേഹം അപ്പം എന്ത് ഇസ്ലാമാണ് ആൾക്കാരിലേക്ക് എത്തിക്കണം എനിക്കറിയില്ല. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും തൗബ ചെയ്ത പടച്ചോൻ പുറത്തരുന്ന ആളാണ്. ഞാൻ പഠിച്ചേക്കുന്ന ഇസ്ലാം അങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞ് ഇത് ക്ലാരിഫൈ ചെയ്യും? എങ്ങനെ ഞാൻ എൻ്റെ തെറ്റ് തിരുത്താൻ പറ്റും ഇത്രയും ആൾക്കാരെന്നെ ക്രൂശിക്കുമ്പോൾ? ഇപ്പം എനിക്ക് നാളെ കുറ്റിപ്പുറത്തൊരു വർക്കുണ്ട്. എനിക്ക് പേടിയാണ്. കാരണം അങ്ങനത്തെ ഒരു മുസ്ലിം കല്യാണത്തിൻ്റെ വർക്കാണ് എനിക്ക് MC ആയിട്ട്. അവിടെ ചെന്ന് ആരെങ്കിലും എന്നെ നേരിട്ട് ഇതിൻ്റെ പേരിൽ ക്രൂശിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഒരു ഉസ്താദാണ്, അതൊരു അദ്ദേഹം ചിന്തിക്കേണ്ടതായിരുന്നു. ഇപ്പം ഞാൻ സ്ഥിരമായി ഇപ്പം ഈ നാദിരേനൊക്കെ പോലെ സ്ഥിരമായി മുസ്ലിംസിനെതിരെ പറയുന്ന ഒരാളാണെങ്കിൽ എനിക്ക് എന്നെ വീഡിയോ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. എനിക്കിത് ഇത്രയും ഫീലാവും. കാരണം ഞാൻ അത്രയും ഫോളോ ചെയ്യുന്നൊരു മതമാണ്, ഞാൻ വിശ്വസിക്കുന്നൊരു മതമാണ്. ആ മതത്തിനെതിരെ ഞാനെന്ന് പറയുമ്പോൾ അത്രയും സൈബർ ബുള്ളിങ്ങിലൂടെ ഞാൻ കടന്നു പോകുന്നത്. ആൻഡ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്ന ഞാൻ ഇത് ഡിസേർവ് ചെയ്യുന്നില്ല. കാരണം എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടാണെങ്കിൽ ഞാനൊരു ഉസ്താദായിട്ട് എവിടെയെങ്കിലും ഇരിക്കൂലേ? അറിയില്ല എന്ന് ഞാൻ പറഞ്ഞാലും അതിനെ വിമർശിക്കും. പിന്നെ എൻ്റെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ആ വാക്കിന് അങ്ങനെയും ഒരർത്ഥം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മളിപ്പോൾ എല്ലാം അന്വേഷിച്ച് നമുക്ക് നടക്കാൻ എൻ്റെ അറിവുകേട് ഇത് ഞാൻ പറഞ്ഞു പോയി. അത് പക്ഷെ അതിന് എന്നെ വെക്കാതെയും ആ വീഡിയോ ഉസ്താദിന് ചെയ്യാമായിരുന്നു. എൻ്റെ ഒരു ഫേസോ ഞാനോ ഇല്ലാതെയും കൊല്ലം തുളസി. പക്ഷെ ഈ കൊല്ലം തുളസി തന്നെ അൻസാരി സൂരിക്കെതിരെ പറയുന്ന ഓഡിയോയും മെസ്സേജും എൻ്റെ കയ്യിലുണ്ട്. ഞാനത് എവിടെയും പബ്ലിഷ് ചെയ്യാനോ ഒന്നിനും പോയിട്ടുമില്ല. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നൊരു മതമാണ് ഇസ്ലാം. എനിക്ക് ആരും ഇല്ലാത്ത സമയത്ത് എൻ്റെ പടച്ചോ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരിക്കലും എൻ്റെ മതത്തെ തള്ളി പറയുന്ന ഒരാളല്ല. പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമ്മ കോണ്ടെക്സ്റ്റിലാണ് അവിടെ സംസാരിക്കണം. മനസ്സിലായി? എന്താണ് ജിഹാദി എന്ന് കൊല്ലം തുളസി എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എൻ്റെ വിചാരം ടിനി ടോം അൻസിബയെ എന്തുദ്ദേശത്തിലാണ് ഈ ജിഹാദി എന്ന് വിളിച്ചത്? പിന്നെ ചേട്ടാ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്. ചേട്ടാ എന്നല്ല ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഇൻ്റർവ്യൂയുടെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് കൊല്ലം തുളസി ഞാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. എൻ്റെ അടുത്ത് എന്താ ജിഹാദി എന്ന് വെച്ചപ്പോൾ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് അറിയില്ല വരണ്ട, ഞാനൊരു മുസ്ലിം അല്ലേന്ന് വിചാരിച്ച് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി എന്താ ജിഹാദി എന്ന്. ചുമ്മാ ജിഹാദി എന്താണെന്ന് അടിക്കണത്, ജിഹാദി ഇൻ ഇസ്ലാം എന്ന് അടിക്കുമ്പോൾ രണ്ട് അർത്ഥം വരണം. അപ്പം ഞാൻ ജിഹാദി എന്താണെന്ന് ചുമ്മാ അടിച്ച് നോക്കിയപ്പോൾ വന്ന ഒരു സാധനം ഞാൻ വേണമെങ്കിൽ ആ ഗൂഗിൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ അതാണ് വന്നത്. അതാണ് ഞാൻ പറഞ്ഞതും. അപ്പോൾ ശരിക്കും ആ ഡെഫിനേഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാ, അതുകൊണ്ടാണല്ലോ അമ്മ സംഘടനയിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത്. അപ്പം ഇതായിരിക്കും ഇതിൻ്റെ അർത്ഥം എന്ന് ഞാൻ വിചാരിച്ചു പോയി. മനസ്സിലായോ? പിന്നെ അങ്ങനെ ഇപ്പം ജിഹാദിക്ക് അങ്ങനെ ഒരു അർത്ഥം ഇല്ലെങ്കിൽ ഈ ലവ് ജിഹാദൊക്കെ എന്താണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ പരാമർശിക്കുന്നത് ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാണ്.
പ്രേക്ഷകർ പറയണത് ഞാൻ ഇതിനെ അറിയില്ലെങ്കിൽ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാലും എനിക്ക് എന്താ ഇസ്ലാമിനെ കുറിച്ച് അപ്പം അറിയുന്നേ, പിന്നെ നീ എന്തിനാ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിരുന്നത് എന്ന് ചോദിക്കൂലോ. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഗൂഗിൾ എന്ന് വെച്ചാൽ സാറ് വെള്ളം കുടിക്കണ ഗ്യാപ്പിൽ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാ. അതാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ചിലപ്പോൾ ഇതൊന്നും നേരത്തെ പ്ലാൻഡ് അല്ല ചേട്ടാ. ഇപ്പോൾ ജിഹാദി എന്താണെന്ന് ഞാൻ ചോദിക്കുന്നു. ഇത് എൻ്റെ അടുത്ത് കൊല്ലം തുളസി സാറ് ചോദിക്കാൻ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഇത് ആൾക്കാരിലേക്ക് അറിയിക്കണം എന്നുണ്ടായി. അതുകൊണ്ട് എന്നോട് ഇത് ചോദിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ചോദിച്ചത്. ഇപ്പോൾ ഇൻ്റർവ്യൂടെ ഈ കട്ടിൻ്റെയും എഡിറ്റിൻ്റെയും ഇടയിൽ എന്താ സംഭവിക്കണമെന്ന് ആൾക്കാർ അറിയുന്നില്ലല്ലോ. എന്നോട് ചോദിക്കാൻ പറഞ്ഞു, ഞാനത് ചോദിച്ചു, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യും. ഞാൻ അമ്മ സംഘടനയുടെ ഇഷ്യൂവിനെ റിലേറ്റ് ചെയ്ത് കുറേ ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. ഇത് എന്നോട് ആ വാക്കിനെ പറ്റി ചോദിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം അറിയില്ലാണ്ട് ചോദിക്കൂല. ഇത് ആ സ്പോട്ടിൽ എന്നോട് ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു. പിന്നെ അദ്ദേഹത്തെ പോലെ ഒരാൾ മുമ്പിലിരിക്കുമ്പോൾ എനിക്കത് എൻ്റെ ശരിയാണ്, ഞാനത് സെൻസിറ്റീവ് ആണെങ്കിൽ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് എൻ്റെ തെറ്റാണ്. പക്ഷെ ഞാൻ അദ്ദേഹം അത്രയൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഞാൻ മുഷിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതങ്ങോട്ട്. പക്ഷെ അതൊരു തെറ്റ് പറ്റിപ്പോയി. പക്ഷെ അതിന് ഞാൻ ഇതിന് മാത്രം അനുഭവിക്കണമെന്ന് എനിക്കറിയില്ല. ചേട്ടൻ അറിയില്ല, എനിക്ക് BJP-കളുടെ ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വരണം, എക്സ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറഞ്ഞ മെസ്സേജ് വരണം. ഇതൊക്കെ എൻ്റെ വിശ്വാസവും പടച്ചവനും തമ്മിലുള്ളത് പോവില്ല. എന്നാലും ആൾക്കാരുടെ മുമ്പിൽ ഞാൻ മനസ്സിലായ ചേട്ടന് ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആയിട്ട് മാറാം. ഞാൻ ചേട്ടാന്ന് വിളിക്കാൻ കാരണം ഞാൻ കുറച്ച് പേരുടെ അടുത്ത് ഈ പ്രശ്നം പറ. അപ്പോൾ എനിക്ക് അവരെ ചേട്ടാന്ന് വിളിച്ചിട്ട് എൻ്റെ വായിൽ അതേ വരണുള്ളൂ. അതാണ് കേട്ടോ. ഇക്കാക്കതൊരു ഇമാജിൻ ചെയ്യാൻ ഒരു മത സമുദായത്തിനെ എഫക്റ്റ് ചെയ്യുന്ന. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ അവരെന്നെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അവർക്ക് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായി. പല നമ്മളെ മതപരമായ ഗ്രൂപ്പുകളിലേക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടു. ഇക്കാമാർ അവനെ വിളിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു സംഭവം കാരണം കഴിഞ്ഞ ഈ ഒരു 3-4 ദിവസമായിട്ട് ഞാൻ മര്യാദക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡ് സന്തോഷത്തോടെ ഒരു നേരം പോലും ഇരിക്കുന്നില്ല. ലൈക്ക് എനിക്കറിയില്ല, ഇതിൻ്റെ തന്നെ ചർച്ച ചെയ്ത് എങ്ങനെ ഞാൻ സോൾവ് ചെയ്യുന്നത് എനിക്കറിയാം. ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അത് നെഗറ്റീവായിട്ടാണ് എഫക്റ്റ് ചെയ്യണത്. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഉസ്താദ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നെ ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കരുതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് തെറ്റാണ്, പക്ഷെ അത് ഒരാളുടെ തെറ്റിനെ എക്സ്പോസ് ചെയ്യല്ല നമ്മളെ മതം പഠിപ്പിക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ പഠിച്ച ഇസ്ലാം അങ്ങനെയല്ല. ഒരാളുടെ തെറ്റിനെ ആൾക്കാരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്ത് പ്രത്യേകിച്ച് അതൊരു ഉസ്താദ്, അതല്ല ഞാൻ പഠിച്ച ഇസ്ലാം. അതുപോലെ ഇപ്പോൾ ഈ അൻസാരി സുഹരി ഉസ്താദ് കൊല്ലം തുളസിയെ വീഡിയോ കോൾ ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് കൊല്ലം തുളസിക്ക് ഈ അൻസാരി സുഹരി വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് കൊല്ലം തുളസിയുടെ അനുവാദത്തോടുകൂടിയല്ലാന്നും അത് കൊല്ലം തുളസിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്നും എനിക്ക് അയക്കുന്ന ഓഡിയോ ഉണ്ട്. കൊല്ലം തുളസി അദ്ദേഹത്തിനോട് ഇപ്പം അൻസാരി സുഹരിനോട് ഭയങ്കര ചിരിച്ചൊക്കെ സംസാരിച്ചെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് അയക്കുന്ന മെസ്സേജും ഉണ്ട്. ഇതൊന്നും ആരും അറിയുന്നില്ലല്ലോ. എന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ സഹായിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് അയച്ചിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ ഉസ്താദ് എന്നൊന്നുമില്ല, സത്യത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അൻസാരി ഉസ്താദ് ചെയ്ത വീഡിയോയിൽ ഈ കുട്ടിയെ വിമർശിച്ചുകൊണ്ടും കൊല്ലം തുളസിയെ മാതൃകാ പുരുഷനായിട്ടൊക്കെ എണീറ്റ് നിന്നിട്ട് ബഹുമാനിക്കാൻ തോന്നുന്നു, കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വികാരഭരിതനായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉസ്താദ് തീരുമാനിക്കുക ഈ കൊല്ലം തുളസിയെ കെട്ടിപ്പിടിക്കണോ, ഉമ്മ വെക്കണോ, ബഹുമാനിക്കണോ എന്ന് ഉസ്താദ് പറയണത്. കാര്യം എൻ്റെ ഭാഗത്ത് തെറ്റില്ല, അതുകൊണ്ട് ഞാനിത് പ്രതികരിക്കുന്നില്ല. പിന്നെ കുട്ടി ഇപ്പം ചെയ്തത് നല്ല കാര്യമാണ്. പിന്നെ ഞാനിപ്പോൾ അദ്ദേഹം എന്നെ ഒരു ചെറിയ വീഡിയോ ഞാനുമായിട്ട് സംസാരിച്ചു. അത് എൻ്റെ അനുവാദമില്ലാതെ എഡിറ്റ് ചെയ്ത് അദ്ദേഹം ഇട്ടത് അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഏകദേശമൊക്കെ മനസ്സിലായി എനിക്ക്. ഞാനിനി കൂടുതൽ വിവാദങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല. കാര്യം ഞാൻ പ്രായമായ ഒരാളാണ്. ഇനി പറ ഉസ്താദിനെ കൊല്ലം തുളസിയെ കെട്ടിപ്പിടിക്കാനും ബഹുമാനിക്കാനും തോന്നുന്നുണ്ടോ? പറ. അതെ, കൊല്ലം തുളസിയാണ് ഇതിൻ്റെ ഒക്കെ കാരണം. ആളാകാൻ വേണ്ടി ഹാജരായെ ചവിട്ടി താഴ്ത്തി അൻസാരി ജുഹരിയെയും ട്രാപ്പിൽപ്പെടുത്തിയ വില്ലൻ. അല്ലെങ്കിൽ പിന്നെ പ്രീപ്ലാൻ ചെയ്ത് ഈ ഒരു ചോദ്യം ചോദിപ്പിച്ച് ഹാജറയെ വെട്ടിലാക്കി, അതിനുശേഷം ഉത്തരം നൽകി ജനങ്ങൾക്കിടയിൽ പ്രീതി നേടി. അതും കഴിഞ്ഞ് അൻസാരി സുഹരിയുമായി സൗഹൃദപരമായൊരു കോൾ. ഇതിൻ്റെ മറവിൽ അൻസാരി ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊഴുത്തിൽ കുത്ത് മെസ്സേജ് ഹാജരാക്കും. വളരെ കൃത്യമായിട്ടുള്ളൊരു ഡബിൾ ഗെയിം. ഇതിൽ ഹാജറയെയും അൻസാരി സൂര്യയെയും തമ്മിലടുപ്പിച്ച് നല്ല പിള്ള ചമഞ്ഞ് കൊല്ലം തുളസിയും. ഹാജറാക്ക് തെറ്റിപ്പറ്റിപ്പോയി, അതൊരിക്കലും ന്യായീകരിക്കുന്നില്ല, അത് അക്സെപ്റ്റ് ചെയ്തു. അൻസാരി സൂര്യ ഉസ്താദ് വീഡിയോ ചെയ്തതിനും പിന്നിൽ ഒരു സംഭവമുണ്ട്, കുറ്റം പറയാൻ പറ്റില്ല. കാരണം
ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു തെറ്റിദ്ധാരണ പടരുമ്പോൾ അത് തിരുത്തേണ്ട ഉത്തരവാദിത്തം പ്രത്യേകിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്കുണ്ട്. അതേ അൻസാരി ഉസ്താദ് ചെയ്തുള്ളൂ. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ അറിയാതെയാണ് ഉസ്താദ് ചെയ്തത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞു. ആ കുട്ടി തെറ്റും ആക്സെപ്റ്റ് ചെയ്തു. ഇതിൽ യഥാർത്ഥ പ്രശ്നം, യഥാർത്ഥ വില്ലന്മാർ വരുന്നത് അതിന് ശേഷമാണ്. തുടരെ ഹാജരായ പിന്നാലെ നടന്ന് ഇതിന്റെ പേരിൽ ടോർച്ചർ ചെയ്യുക. അതിന്റെ ആവശ്യകത എന്താണ്? ആ കുട്ടി തെറ്റ് ഏറ്റു പറഞ്ഞു, മാപ്പ് പറഞ്ഞു, അതോടെ അത് കഴിഞ്ഞ് പിന്നെ എന്തിനാണ് ആ കുട്ടിയുടെ പിന്നാലെ നടന്ന് ടോർച്ചർ ചെയ്യുന്നത്? അതിന്റെ ആവശ്യകത എന്താണ്? ഇസ്ലാം അതാണോ പഠിപ്പിക്കുന്നത്? അതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. ആ കുട്ടിയെ സംഘി എന്നും ഇസ്ലാമിനെതിരെ കാശ് മേടിച്ച് ചെയ്യുകയാണെന്ന രീതിയിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. അതൊക്കെ എത്രമാത്രം ആ കുട്ടിയെ ഹോണ്ട് ചെയ്യും എന്നറിയാമോ? അപ്പോൾ തെറ്റ് ആക്സെപ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഇസ്ലാം പഠിപ്പിക്കുന്നത് ക്ഷമിച്ചു കൊടുക്കാൻ തന്നെയാണ്. ആ കുട്ടി മനഃപൂർവ്വമല്ല, അതിനെ ട്രാപ്പിൽ കുടുക്കിയതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് എത്തിച്ചതാണ്. ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, ഇത് ഇസ്ലാമികപരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നില്ല, അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നെന്ന്. അപ്പൊ അതിനിടയിൽ ഇങ്ങനെയൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സംഭവത്തിൽ ആ കുട്ടി പെട്ടുപോയി. അപ്പൊ ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ പേരിൽ ആ കുട്ടിയെ ഇനി ക്രൂശിക്കരുത് എന്നതാണ്. അൻസാരി ഉസ്താദിനോട് എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ആ കുട്ടിയെ ഒന്ന് വെറുതെ വിടാൻ പറയണം. ആ കുട്ടി തെറ്റ് അറിഞ്ഞ് അതിന് ക്ഷമാപണം കൂടി നടത്തി. ഒരിക്കലും ഇസ്ലാമിനെതിരെ അങ്ങനെ പറയുന്ന കുട്ടിയല്ല, ആ കുട്ടിയെ ട്രാപ്പിൽപ്പെടുത്തിയതാണ്. പിന്നെ എന്തിനാണ് വീണ്ടും നടന്ന് അതിനെ ടോർച്ചർ ചെയ്യുന്നത്? ഇതാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. അത് വാസ്തവമല്ലേ? പിന്നെ എല്ലാം അറിഞ്ഞിരിക്കുന്ന ആളുകൾ ആരുമില്ല. ഉസ്താദിൻ്റെ അത്ര അറിവൊന്നും എല്ലാവർക്കും ഉണ്ടായെന്ന് വരത്തില്ല. ഞാൻ ഉസ്താദിനെ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ വീഡിയോസും ഞാൻ ഉസ്താദിൻ്റെ കാണാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കണ്ടന്റുകളും അതിൻ്റേതായിട്ടുള്ള ശൈലിയിലും സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ് ഉസ്താദ്. അതിലൊന്നും ഒരു തർക്കമല്ല. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിലോട്ട് എത്തിക്കണം എന്ന് തോന്നി. പിന്നെ എന്നെ ഇതിൻ്റെ പേര് തെറി വിളിക്കുന്നവരോട് ഞാൻ ആദ്യത്തെ വീഡിയോയിലായാലും ഞാൻ ഉസ്താദിനെ കുറ്റക്കാരനായി പറഞ്ഞിട്ടുണ്ടോ? ഒരു തെളിവ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ എന്തിൻ്റെ പേരിലാണ് എന്നെ കുറ്റപ്പെടുത്തുന്നതും എന്നെ ചീത്ത പറയുന്നതും? ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ ചോദ്യം ചെയ്യും. അത് ആരായാലും ഞാൻ എടുത്തിടും, പറയും. ഇപ്പോൾ ഉസ്താദ് സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ തന്നെ ഞാനും പറയും. പക്ഷേ അതിനർത്ഥം ഞാൻ ഉസ്താദ് കുറ്റക്കാരനാണ്, ഉസ്താദിനെ എനിക്ക് ഇഷ്ടമല്ല, ആ രീതിയിൽ ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. കാര്യങ്ങൾ പക്വതയോടെ നേരിടുക. അത് വ്യക്തിപരമായിട്ട് അല്ല ഒരു ശരിയുടെ ഭാഗത്ത് നിൽക്കേണ്ടത്. ശരി ഏതാണോ അതിൻ്റെ ഭാഗത്ത് നിൽക്കുക. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കൊല്ലം തുളസിക്ക് നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട് ആ പാവം കൊച്ചിനെ ബലിയാടാക്കി. അതാണ് ഇവിടെ യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചത്. അപ്പൊ അതറിയാതെ കിടന്നിട്ട് മെഴുകുകയാണ്. ആ കുട്ടിയെ ടോർച്ചർ ചെയ്യുക, തെളിയിക്കാൻ വന്ന എന്നെ തെറി പറയുക, ഇതൊക്കെ എന്താണ്? ആ കൊച്ചെനിക്ക് തന്ന കൊല്ലം തുളസിയുടെ മെസ്സേജിലും ആ വോയിസിലും വളരെ വ്യക്തമാണത്. പിന്നെ ഹാജറയോട് എനിക്ക് പറയാനുള്ളത്, അറിയാത്ത കാര്യങ്ങൾ മാക്സിമം അത് എത്ര തന്നെ ഫോഴ്സ് ചെയ്താലും, പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് അറിയില്ല എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ആ ഒരു ചെറിയൊരു ടൈമിൽ ഗൂഗിൾ ചെയ്യാൻ കിട്ടിയ കഴിഞ്ഞാലും അത് വായിച്ചു നോക്കാൻ പോലും ടൈം കിട്ടില്ല. അതിൽ പറയുന്നതും വ്യക്തമായ കാര്യങ്ങളാണ്. ആധുനിക മീഡിയ ഇസ്ലാമിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാന്നാണ്. പക്ഷെ ഒരിക്കലും ഇസ്ലാമിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ അതല്ല. ഇസ്ലാമിൽ ജിഹാദ് എന്നാൽ ഈ കൊല്ലം തുളസി പറഞ്ഞത് ഒന്നല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം. ഈ ജിഹാദ് എന്നാൽ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള പരിശ്രമമാണ്. എന്തിൻ്റെ പരിശ്രമം? ആന്തരികമായി സ്വന്തം മനസ്സിനോട് നന്മയെ സംരക്ഷിക്കുകയും തിന്മയ്ക്ക് വേണ്ടി പൊരുതാനുള്ള സമരമാണ് ആന്തരികമായ പരിശ്രമം. അതിനെ ജിഹാദ് എന്ന് വിളിക്കും. ബാഹ്യമായ പരിശ്രമം എന്നത് നീതിയും വിശ്വാസവും സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അതിനെയാണ് ബാഹ്യമായ സമരം. ഈ രണ്ടും കൂടി ചേർന്നതാണ് ജിഹാദ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നു എന്ന് വിചാരിക്കുന്നു.